Hi friends, ഞാൻ സുഹേറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ കുട്ടിക്ക് പ്രാവിൻ്റെ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അടിയിലത്തെ പ്രാവുകൂട്ടിലത്തെ പ്രാവുകളൊക്കെ എന്തായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രാവുകളാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മളെ കൂടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കൂടൊക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിട്ടാ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യണ എല്ലാ സുഹൃത്തുക്കളും അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടിപൊളി റീൽസൊക്കെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട നമ്മളെ പറവലിനെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടിൽ ചെറുതായിട്ടൊരു പണിയൊക്കെ കിട്ടിയ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ പറവളുടെ വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ അതിൻ്റെ ആ കൂട്ടിലത്തൊക്കെ ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ഇൻഷാല്ലാ എന്തായാലും അവിടുത്തെ നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മുടെ പ്രാവളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ അടിയിലത്തെ പ്രാവുകുട്ടിക്ക് പോട്ടെ. നമ്മളെ അടിയിലത്തെ നമ്മളെ കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പറവയുടെ ബ്രീഡിങ് സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഇട്ടിക്കണം കേട്ടോ. കാരണം മേലെ നല്ല തണവായതുകൊണ്ട് പിന്നെ കേട് വരണ്ട വെച്ചിട്ടാണ്. രജീഷ് കാർഡ് 2 ജോഡി ഉണ്ട്, ചാവണ്ട വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഈ കൂടെ അവർക്ക് പോരാ, കാരണം ചെറിയ ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെച്ചാലും എന്തെങ്കിലും വന്ന് പിടിക്കും. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കംപ്ലീറ്റ് പ്രാവളെ നമ്മൾ എടുക്കുകയാണ് അത് മേലെ കൊണ്ടുപോവാണ്. അപ്പോൾ രണ്ട് നാടൻ പ്രാവിൻ്റെ ജോഡി മാത്രം ഇവിടെ മുട്ടിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് ആ ഒരു ജോഡിയും അതുപോലെ തന്നെ നമ്മളെ തൊപ്പിടൻ ഈ ജോഡി മുട്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരപ്പോൾ നമ്മൾ കൊണ്ടുപോകണില്ല, ബാക്കിയുള്ള കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ കേട്ടോ. നമ്മൾ ഹോമറിനും അങ്ങനെ ഹോമറിനും പറവനും അതുപോലെ തന്നെ ഈ പ്രാവളിനൊക്കെ നമ്മൾ മേലെ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അതായിട്ട് നമ്മൾ മേലെന്ന് നമ്മളെ നെറ്റിൻ്റെ കൂടെ നമ്മൾ അവിടെ നിന്ന് ഊരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കംപ്ലീറ്റ് എണ്ണത്തിനെ പിടിച്ചിട്ട് നമുക്ക് എന്തായാലും നേരെ മേലേക്ക് കൊണ്ടുപോകട്ടോ. ഓരോന്നിനായിട്ട് പിടിച്ചിട്ട് അപ്പോൾ അതായിട്ട് നമ്മളെ പ്രാവളൊക്കെ നമ്മൾ കൂട്ടിലിട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെറുതായി വെളിച്ചം കുറവാണ്. ചില പ്രാവളൊക്കെ അടിയിൽ നിന്ന് മണ്ണ് കണ്ടപ്പോൾ നിന്ന് നോക്ക് ഹോമറൊക്കെ കണ്ടാ ആ പറവൊക്കെ അതാട്ടോ തിന്നണ്. അപ്പോൾ നമ്മൾ ചിറക് വെട്ടിയ രണ്ടെണ്ണത്തിന് നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കണം കേട്ടോ. അതിനോടണ്ട ഫാൻറ്റയിലൊന്നും ഇടണ്ട. അപ്പൊ ജസ്റ്റ് ഒന്ന് മണ്ണ് തിന്നോട്ടെ വെച്ചിട്ടാണ് നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇടുന്നത്. പിന്നെ തിന്നു തുടങ്ങിയിട്ടുണ്ട്. അതിക്ക് മറ്റുള്ളതിനെ വിട്ടോ പുറത്തൊന്നും ഇല്ല. ചിറക് വെട്ടിയാനെ വിട്ടോ കൊടുത്തോ. ആ ഫീമെയിലിനെ വിട്ടോ. ചിറകില്ല ഹോമറിനൊന്നും വിടണ്ട കേട്ടോ. കേട്ടോ കേട്ടോ അത് പോവില്ല. ഇനി ഒന്നിനും വിടണ്ട. ഈ പ്രാവിനോ അതിന് ചിറകില്ല, അതിന് വിട്ടോ. എന്താ രജീഷ് കാർഡ് ഫീമെയിൽ അതിന് വിട്ടോ. മണ്ണ് നിന്നോട്ടോ പ്രാവള്. അതായിട്ട് നമ്മള് കുറച്ച് പ്രാവളെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ പറവളുടെ ഒരു 5 എണ്ണത്തിന് ഞങ്ങളെ ആ ഒരു ആൺപ്രാവിന് ചിറകുണ്ട്. അത് എങ്ങാനും ഇനി ഇതിന് മേലൊക്കെ പോയി പ്രാവളിനെ എല്ലാത്തിനെയും എടുത്തിട്ട് നമ്മൾ കൂട്ടിലിട്ടിട്ട് മേലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുതിയ കൂടിൻ്റെ ഉള്ളിലേക്ക്
കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ അടിയിൽ നിന്ന് എല്ലാത്തിനും പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എല്ലാവരും ഒന്ന് നമുക്ക് പുറത്തേക്ക് ഇറക്കട്ടാം. അപ്പോ എന്താണ് അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമ്മളെ ബ്രീഡിംഗ് സെറ്റുകളൊക്കെ കൂടിയിട്ട് നമ്മളെ ഈ 4 കള്ളിയിലേക്ക് നമ്മളെ പറവെള്ളമൊക്കെ കൂടിയിട്ട് പിടിച്ചിടാം. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇനി വേറെ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരണം. നമ്മളെന്തായാലും കൊണ്ടുവിട്ടാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒരു ഇതൊക്കെ എടുത്തിടാം. ഈ ഒരു പ്രാവളിൽ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് മേടിച്ച പ്രാവിനെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച ഒരു പ്രാവുണ്ട്, ഒരു ഫീമെയിലാണ്, നമ്മൾ നാടൻ പ്രാവാണ്. അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അതിനെ പുറത്ത് വിടാം. ബിസ്മില്ലോട് എന്താ നോക്കി അപ്പൊ നമ്മളെ പ്രാവ് എന്തായാലും നമ്മളെ കൂട്ടിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളെ ബ്രീഡിംഗ് കേജിന്റെ മേലക്കാണ് പോയിട്ടുള്ളത് കേട്ടാ. പിന്നെ ഹിപ്പിനോട്ടാ അതിന്റെ പേരിനോട് ഹോമറിനെ വിട്ടുകൊടുക്കും. ഹോമറിനോട്ടാ ആ ഫീമെയിലിന്റെ ആൺപ്രാവ് ഉണ്ടത് നമ്മുടെ ഹോമറിന്റെ പേരന്റ് ആണ് കേട്ടാ. അപ്പൊ ഇതിന് നമുക്ക് പുറത്ത് വിട്ടു കൊടുക്കട്ടാ. അതും അവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഹിപ്പിനെ എടുത്തിടാം. ആള് നല്ല ടൈമിടാണ് ആള്. ഇതിന്റെ മേല് ഫീമെയിലാണോ? അപ്പൊ നമ്മളെ ഹിപ്പിയുടെ മേലിൽ നമ്മള് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ ഫാൻറ്റൈലിനെ ഒരു കാര്യം പറയണ്ട, നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ മറ്റേ ആ ജെറ്റ് ബ്ലാക്ക് ഹോമറിൽ നമ്മളെ ബ്രീഡിംഗ് പേരന്റ് കുട്ടികളെ നമ്മള് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് യദുവിന്റെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു ആൺപ്രാവിന്റെ ഒപ്പം നമ്മൾ കൊടുത്തിട്ടായിരുന്ന പ്രാവ് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടാ. അപ്പൊ പറന്നു പോവാണ് ചെയ്തത്. അപ്പൊ ആർക്കെങ്കിലും കിട്ടുന്നുണ്ട് വെച്ചാൽ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മളെ ഏരിയയിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോ കുറച്ച് ദൂരത്തേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫീമെയിലിനെ, അതായത് ഈ മൈൽപ്രാവിന്റെ അപ്പുറത്തിരിക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ജോഡി ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ എഗ് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ തന്നെ എഗ്ഗിയൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മളെ ബ്ലാക്ക് ഹോമർ തന്നെ കൂട്ടി കയറിയത്. പിന്നെ ഈ ഹിപ്പിനെ ഞാൻ ജസ്റ്റ് അങ്ങനെ വെച്ച് പിടിച്ചപ്പോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്ട. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മളെ ഹോമറാണ് കയറിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളെ പറവളുടെ ബ്രീഡിംഗ് സെറ്റിനൊക്കെ നമുക്ക് എടുത്ത് കൂട്ടിക്കിടാം കേട്ടോ. ഓരോന്നിന് 2 അല്ലാതെ കൂട്ടിലേക്ക് നമുക്ക് എടുത്തിടാം. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ മെയിൻ സെറ്റില്ലേ, അതിലത്തെ ആൺപ്രാവുണ്ടത് നമ്മളെ ഈ ഒരു കൂടിനെ നമുക്ക് അവർക്ക് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് മെയിലിനെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഫീമെയിൽ ഇതാണ് കേട്ടോ. ഫീമെയിൽ ചെറുതായിട്ടൊരു ക്ഷീണുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മള് വിറ്റാമിന്റെ മരുന്നൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആള് പെർഫോമൻസ് തുടങ്ങിട്ടാ. അത്ര അടിയിൽ ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടാ. കൊടുന്നപ്പോ സെറ്റ് ആയിട്ടാണ്. പിന്നെ അടുത്ത് നമുക്ക് നമ്മളെ രജീഷ് കാർഡ് കരിങ്കണ്ണ സെറ്റിന്റെ മെയിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതിന് ഫീമെയിൽ ഇവിടെ ഉണ്ട്. അതാ അപ്പൊ അവരെ നമ്മളെ അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കള്ളിയിലേക്ക് നമ്മളെ രജീഷ് കാർഡ് തൊപ്പി ക്യാപ്പുള്ള കുടുംബത്തിലത്തെ ആ സെറ്റിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മള് വരെ ഇവർക്ക് ഈ കൂടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ നമ്മളെ കയ്യിലുള്ള 2 മൈൽപ്രാവിനെ നമുക്ക് ഇതിലേക്ക് എടുത്തിരാട്ടോ. അതിലേക്ക് നമ്മൾ ഈ കൂടാണ് ഇപ്പൊ നമ്മള് ഇടുന്നത്. കാരണം അതില് ജോഡി ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതോ അവിടെ ഭയങ്കര പൊക്കുന്നുണ്ട് നമ്മുടെ മൈൽപ്രാവ് നമ്മളെ ഹോമറിനെ. അപ്പൊ ഇനി 2 മെയിലാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി നോക്കട്ടെ, എന്താ അവരുടെ ഹാല് നോക്കി നോക്കാം. അത്യാവശ്യം നല്ല ഫെദറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മൈൽപ്രാവിന്. അപ്പൊ ഇനി ഒരു 3 കുട്ടികളും കേട്ടോ നമ്മളെ അടിയിൽ. നമ്മളെ ഒരു ഹിപ്പിയുടെ കുട്ടി പോലെ തന്നെ നമ്മള് ഫസ്റ്റ് വിട്ട ഫീമെയിൽ ഇല്ലേ, അതിന്റെ കുട്ടിയുണ്ട് കേട്ടോ നമ്മളെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനെന്തായാലും നമുക്ക് എടുത്തുണ്ട് കേട്ടോ. നമ്മളെ അടിയിൽ എന്തായാലും നമ്മളെ 3 പ്രാവിന്റെ കുട്ടികളെ നമ്മൾ മേലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്നൊരു ദിവസം നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ ഹോമറിന്റെ കുട്ടിനെ പാമ്പ് പിടിച്ചില്ലേ, അതിന്റെ സെക്കൻഡ് സെറ്റാണ് കേട്ടത്. രണ്ടാമത് മുട്ടിട്ട് വിരിഞ്ഞിറങ്ങിയ 2 കുട്ടികളാണ് കേട്ടോ.
അത്യാവശ്യം നല്ല മൂക്കിന്റെ തടിയൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവിന് ക്യാപ്പ് ഉണ്ട്. ആ പ്രാവിന് ചെറുതായിട്ട് ക്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ വലുതായാലാണ് അറിയുള്ളൂ. പിന്നെ നമ്മളൊരു ഹിപ്പിയുടെ കുട്ടിയാണ് അത് ചെറുതായിട്ടൊന്ന് വീക്കായി. ഇതിനൊപ്പം വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെ കൂട്ടിൽ നിന്ന് ചത്തുപോയിട്ടാ. അപ്പൊ അതിനായിരുന്നു കുറച്ചും കൂടി ഒരു നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് ചത്തത് കേട്ടോ. പല വിഷമായി. ഇനി എന്തായാലും നമുക്ക് പുതിയ കൂട്ടിൽ വന്നിട്ട് അവരൊക്കെ ഇത് വിരിയാണെങ്കിൽ നമ്മൾ കാണിക്കണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവരെ ഇതിലേതെങ്കിലും ഒരു കൂട്ടിക്ക് എടുത്ത് വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവർ പേരൻസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ആ അടിയിലത്തെ കൂട്ടിൽ തന്നെ നമുക്ക് നമ്മളൊരു കുട്ടീനെ എടുത്ത് വെക്കട്ടോ. ഇതിനുള്ളിൽ നമ്മൾ ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മള് മേലത്തെ പറവയുടെ കൂട്ടിയിലത്തെ ആൺപ്രാവളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൂടുന്നുണ്ട് കേട്ടോ. നമ്മളെ ചെക്കനതാട്ടായിരിക്കും ആ നിക്കണ്. അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്ര ഇതാട്ടാ ഇവിടെ ഉണ്ട്, അതായിരിക്കണ്. പിന്നെ നമ്മളെ ജാസ്മിൻ്റെ ആൺപ്രാവ് അതാ കോർണറിൽ ആ ഹോമറിന്റെ പാക്ക് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ആളവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ തൊപ്പി ആൺപ്രാവിനെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആൺപ്രാവളൊക്കെ ഉണ്ട് മേലൊക്കെ നമ്മൾ അതിൻ്റെ അടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ബ്രീഡിങ് കാര്യങ്ങളൊന്നുമില്ല. ഇനിയൊക്കെ ബ്രീഡിങ് നമ്മളെ ഈ കേജിലാണ് കേട്ടോ. അപ്പോൾ ഇതാട്ടെ നമ്മളെ കുറെ കാലമായി അവർക്ക് ഗ്രിറ്റ്, കുറെ ദിവസമായി നമ്മൾ ഗ്രിറ്റൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രിറ്റ് അവിടെ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാ പ്രാവളും അവിടെ ഗ്രിറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ മയിൽപ്രാവ് രണ്ടും മെയിലാണ്, ഇത് 2 ഫീമെയിൽസ് ആണ്. നമ്മളെ ആ ജെറ്റ് ബ്ലാക്ക് ഈ നിൽക്കണ ഹോമറിനായിട്ട് ജോഡി പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടാളും. അപ്പോൾ ഇതിന് 2 മെയിലിനെ മേടിക്കണം. അല്ലെച്ചെങ്കിൽ അതിൽ കൊടുത്തിട്ട് നമുക്കൊരു ഫീമെയിലിനെ മേടിക്കണം കേട്ടോ. അല്ല, ഒരു മെയിലിനെ മേടിക്കണം. അത് 2 ഫീമെയിലാളാ. അപ്പോൾ ഇതാട്ടെ നമ്മളെ ഹോമറൊക്കെ ഭയങ്കര പെർഫോമൻസ് ആട്ടോ ഇവിടെ. അപ്പോൾ ഇതാട്ടെ നമ്മളെ മറ്റേ തീറ്റപാത്രത്തിന്റെ പണി നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പ്രാവൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തലയിട്ട് കഴിക്കാൻ പറ്റിയ സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 സൈഡിലും പ്രാവൾക്ക് തലയിട്ടിട്ട് തീറ്റ തന്നെ. അപ്പോൾ അതാവുമ്പോൾ തീറ്റ വേസ്റ്റ് ആവില്ല കേട്ടോ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണ്ട. അപ്പോൾ നമ്മുടെ പ്രാവളെല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്റ്റീവായിട്ട് സെറ്റായി വരാൻ ഒരാഴ്ച മാക്സിമം പിടിക്കട്ടെ. ചിലവരൊക്കെ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പറവകളുടെ മെയിൽസ് ചെറുതായിട്ടൊക്കെ ആക്റ്റീവാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൊപ്പിയൊക്കെ തട്ട് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, വലിയ ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളെ കൂടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞ് നമ്മളെ കൂടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ എന്തായാലും ചെയ്യണം. നമുക്ക് ചെറുതായിട്ടൊരു ബോറ് പോലെ തോന്നി, മറ്റേ പെയിന്റ് കൂടി അടിച്ചാൽ കളറാവും കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ ഹോമറൊക്കെ ജോഡിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കയ്യിൽ 2 ജോഡി ഹോമർ ഉണ്ട്, പിന്നെ ഒരു ആൺപ്രാവാണ് ഉള്ളത്. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ കുട്ടികളൊക്കെ ബ്രീഡായി സെറ്റായി കഴിഞ്ഞാൽ